സംസ്ഥാനത്ത് ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥയുടെയും മുൻകരുതൽ നടപടികളുടെ അഭാവത്തിന്റെയും ഫലമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ക്യാമ്പുകളിലേക്ക് ഭക്ഷണവും കുടിവെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളുമാണ്. സന്നദ്ധ സംഘടനകളുടെ ഇടപെടലാണ് ദുരിതബാധിതർ പട്ടിണിയിലാകാതെ കഴിയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ അത് ബി.ജെ.പി. ആകട്ടെ, അത് ഇവിടുത്തെ മറ്റ് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണവും അവിടെ എത്തിച്ചു കൊടുക്കുന്ന ക്രമീകരണങ്ങളും ഇല്ല എങ്കിൽ ഈ നാട്ടിൽ പ്രളയത്തിൽ കുടുങ്ങുന്ന അല്ലെങ്കിൽ പ്രളയത്തിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഓരോരുത്തരും പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുള്ളത്. 2018 മഹാപ്രളയത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന 138 കുടുംബങ്ങളെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ 8 വർഷത്തിനിടെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കോട്ടയം ജില്ലയിലെ തലനാട് പഞ്ചായത്തിൽ ഒരു വർഷം തന്നെ പലതവണ വെള്ളം കയറുന്ന 40-ലധികം വീടുകൾ ഇന്നും ദുരിതാവസ്ഥയിലാണ്. അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതല്ല, ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള സ്ഥിരം പരിഹാരമാണ് സർക്കാർ നടപ്പാക്കേണ്ടത്. 2018 പ്രളയത്തിന് ശേഷം സംസ്ഥാന സർക്കാർ അന്നത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ CM-DRFിലേക്ക് വലിയ രീതിയിൽ പണം എത്തുകയും അപകടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കാൻ, വസ്തു വാങ്ങിക്കാൻ 6 ലക്ഷം രൂപയും വീട് വെക്കാൻ 4 ലക്ഷം രൂപയും, അങ്ങനെ 10 ലക്ഷം രൂപ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. കോട്ടയം ജില്ലയിൽ ആ ലിസ്റ്റിലുള്ളത് 138 പേരാണ് എൻ്റെ അറിവിൽ. ഇന്ന് വരെയും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒരാളെ പോലും മാറ്റി പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. മീനച്ചിലാറ്റിലും മണിമല ആറ്റിലും വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണൽ അടിയന്തരമായി നീക്കം ചെയ്യണം. നദികളുടെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കാതെ കേരളത്തെ പ്രളയ ഭീഷണിയിൽ നിന്നും രക്ഷിക്കാനാകില്ല. റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാൻ വിദേശ സന്ദർശനം നടത്തിയ സർക്കാർ ഡച്ച് മാതൃകയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിന്റെ യാതൊരു പ്രായോഗിക ഫലവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മഴയുടെ തോത് ഇനിയും വർദ്ധിച്ചിരുന്നെങ്കിൽ കേരളം അതിഭീകരമായ ദുരന്തം നേരിടേണ്ടി വരുമായിരുന്നുവെന്ന് സർക്കാർ തിരിച്ചറിയണം. നദികളിൽ നിന്നും നീക്കം ചെയ്യുന്ന മണൽ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണം. ഇതിലൂടെ ഒരേ സമയം പ്രളയ സാധ്യത കുറയ്ക്കാനും ജനങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ മണൽ ലഭ്യമാക്കാനും കഴിയും. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പു നൽകണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ഷോൺ ജോർജിനൊപ്പം ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.